നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നുമില്ല. കാര്യം പറയടോ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്തു പറ്റി? അത് എനിക്ക് ചെറിയൊരു തലവേദന. അയ്യോ, പെട്ടെന്ന് എന്തു പറ്റി? വേറൊന്നും കൊണ്ടല്ല രോഹിത്, ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. നമ്മുടെ പപ്പി മോളെയും. അതുകൊണ്ടായി ഈ തലവേദന. എന്താ വിഷ്ണു? അല്ല ഉഷ്ണേ അതുള്ളതാ. ശരി ശരി. എവിടെടാ? എനിക്കറിയില്ലല്ലോ അച്ഛനെ. ഇവിടെ നമ്മൾ നിൽക്കുന്നത് വേസ്റ്റാ. പൈലറ്റ് വാഹനങ്ങളൊക്കെ ആയിട്ടല്ലേ ഏട്ടത്തേമ്മയുടെ വരവ്. അവര് ഗേറ്റ് നിൽക്കുന്നവര് നോക്കില്ല. ചിലപ്പോ സെക്യൂരിറ്റി ആണെന്ന് കരുതാനും മതി. അല്ല, ആശാനെ കണ്ട അങ്ങനത്തെ ലുക്കൊന്നുമില്ല. ഞാൻ എന്റെ കാര്യം ഉദ്ദേശിച്ചതേ. അല്ല ആശാനെ, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, കലക്ടർമാരൊക്കെ പൈലറ്റും പോലീസും ഒക്കെ ആയിട്ട് ഇടിച്ചു കയറി പോകത്തില്ലുള്ളൂ. അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നവര് മാത്രമേ അവര് കാണൂ. അല്ലെങ്കിൽ പിന്നെ കരികൂടി കാണണം. കാര്യം ഇത്രേ ഉള്ളൂ ആശാനെ. ഏട്ടത്തേമ്മ ഹാളിലേക്കല്ലേ കയറി വരുന്നേ. അവിടെ വെച്ച് ആശാൻ ഏട്ടത്തേമ്മ ഈ ഹാരം വിട്ട് സ്വീകരിച്ച അതൊരു അന്തസ്സല്ലേ. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും സത്യമയുടെയും മുന്നേ വെച്ച് ആശാൻ പറഞ്ഞ ലെവലിൽ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു നിൽക്കുമ്പോ അതിന്റെ പഞ്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയുണ്ട് കൊള്ളാം. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. അതെ ആശാനെ, ഞാൻ വിചാരിച്ചത് നീ വെറും വേസ്റ്റ് ആണെന്നാ. തെറ്റിപ്പോയി. അല്പം ബുദ്ധിയുണ്ട്. അതെ ആശാനെ. ആശാനെ ചുമ്മാ ഇരിക്കട്ടോ. പ്രോഗ്രാം എന്താ തുടങ്ങാത്ത? പ്രോഗ്രാം ഇപ്പൊ തുടങ്ങൂടി. ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ അറിയില്ലേ? സോറി മാഡം, ഉടനെ തന്നെ തുടങ്ങാൻ പറയാം. ആ എങ്കിൽ കൊള്ളാം. അല്ല മാഡം അപ്പൊ വന്ന് ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലേ പപ്പി, ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. കഷ്ടമുണ്ട് കേട്ടോ വിഷ്ണുച്ചാ. സ്മോൾ ഫ്രണ്ട് സോറി, മാപ്പാക്കണം. എന്താ വേണ്ട പപ്പി? സോറി പറഞ്ഞല്ലേ, വിട്ടേക്ക്. ശരി, മാപ്പ് വന്നിരിക്കുന്നു. ഓ സത്യേ, രാവിലെ വന്നതാ. ഡ്രൈവറങ്ങൾ കൊണ്ടുവന്ന് വിട്ടു. ഓ അല്ല, എന്താണ് രണ്ടുപേരുടെയും പ്രോഗ്രാം? ഇന്ന് ഇവിടെ എന്തൊക്കെയോ അവതരിപ്പിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് സീക്രട്ടാ. ഓഹോ, അപ്പൊ ബിഗ് ഫ്രണ്ടിനോട് പറയില്ലേ? പറയുന്നേ. ആ എന്നാ പറയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. പിന്നെയുണ്ട് ഒരുപാട് പരിപാടികൾ. പക്ഷെ അതൊന്നും പറയില്ല, സീക്രട്ടാ. കൊള്ളാം 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 കൊള്ളാം. ആരുടെ ഐഡിയ ഇത്? എന്റെ അമ്മയുടെയാ. ആഹാ, സത്യയുടെ അമ്മയുടെയാ? അതെ. ഓ മോള് വാ. അല്ല, മോളുടെ അമ്മ വന്നില്ലേ? പുറത്ത് കാറിലിരിപ്പുണ്ട്. ഞാൻ സഹായിക്കണോ മോനെ? താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് നന്ദി. താങ്ക്സ് എനിക്കല്ല, ആ മേഡത്തോടാ പറയേണ്ടത്. ആ മേഡോ കാർ നിർത്തിച്ച് മോനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. പിന്നെ രണ്ടുപേരും തകർക്കണം കേട്ടാ. ശരി, ഓക്കെ.
താൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ? ആ. എടോ, അവിടെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുക. എനിക്കൊരു കൈസഹായത്തിന് ആരാ? എന്താടോ, ഇയാൾക്ക് എന്ത് പറ്റി? രോഹിത്, എന്താടോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. കാര്യം പറയടോ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്തു പറ്റി? അത് എനിക്ക് ചെറിയൊരു തലവേദന. അയ്യോ, പെട്ടെന്ന് എന്തു പറ്റി? വേറൊന്നും കൊണ്ടല്ല രോഹിത്, ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. നമ്മുടെ പപ്പി മോളെയും. അതുകൊണ്ടായി ഈ തലവേദന. പുറമേ ചൂടൊന്നുമില്ല കേട്ടോ, ചിലപ്പോ ഉള്ളി പനി ഉണ്ടായിരിക്കും. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, വാ. വേണ്ട രോഹിത്, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. അല്ല, ഇയാള് സ്വയം ചികിത്സ തുടങ്ങിയോ? അല്ല, ഇവിടെ ഇതുപോലെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുമല്ലേ, അതിനിടെ ഹോസ്പിറ്റലും ഡോക്ടറും ഒന്നും വേണ്ട. എന്നാ പിന്നെ ഇയാളിപ്പോ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ മേഡിനെ വിളിച്ച് പറയാം. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ രോഹിത്. ഇന്ന് ഇവിടെ കുഞ്ഞേച്ചി വരുവോ ഇല്ലോ എന്നുള്ളത് വെച്ചാ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. ശ്യാമേ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ല ഇയാള്? രോഹിത് മോനെ, മോനെ, ആ മൈക്കിന്റെ ആൾക്കാർ ഇവിടെ കംപ്ലൈന്റ് ആണെന്ന് പറയുന്നു. മോനെ, സത്യാമയ പറഞ്ഞത്, ചോദിച്ചിട്ട് വരാൻ. രോഹിത് അങ്ങോട്ട് പോയിക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് വരണേ. ഇവിടെ ഈ തണുത്ത കാറ്റേറ്റ് നിൽക്കുമ്പോ ഒരാശ്വാസം പോലെ. ഉറപ്പാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. രോഹിത് മോനെ, വാ. ഇതാ വരുന്നുള്ളൂ ചേട്ടാ, വേഗം വരൂ. ഇയാള് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഒന്ന് പെട്ടെന്ന് നടക്ക്. വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛൻ എന്താ ഇന്ന് ഇത്രേ സന്തോഷം? അതൊക്കെ പറയൂ വിഷ്ണു അച്ഛാ. എനിക്കങ്ങനെ സന്തോഷമൊന്നുമില്ല. നീ എന്താ അങ്ങനെ വെച്ചേ? എന്നത്തേക്കാളും സന്തോഷത്തിലാ ഇന്ന് വിഷ്ണു അച്ഛൻ, അതാ ചോദിച്ചേ. അത് എന്റെ പപ്പയുട്ടിക്ക് തോന്നിയതാ. എന്നാ പറ സന്തോഷമില്ലെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.